നമസ്കാരം. ഓഗസ്റ്റ് 15 ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം അത്യന്തം സന്തോഷകരവും അനുഗ്രഹ സമൃദ്ധവുമായ ഒരു സുദിനമാണ്. കാരണം അന്നേ ദിവസം പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സ്വർഗാരോപണ തിരുനാൾ ക്രൈസ്തവർ കൊണ്ടാടുകയാണ്. 1950 നവംബർ മാസം 1-ാം തീയതിയാണ് 12-ാം പീയൂസ് മാർപ്പാപ്പ സ്വർഗാരോപണം ഒരു വിശ്വാസ സത്യമായി പ്രഖ്യാപിച്ചത്. എന്താണ് സ്വർഗാരോപണത്തിൻ്റെ രഹസ്യം? പരിശുദ്ധ കന്യകാമറിയം ജീവിതത്തിൻ്റെ അവസാനം ആത്മശരീരങ്ങളോടെ സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ടു എന്നാണ്. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൻ്റെ സമാപനത്തിൽ അമ്മ ആത്മശരീരങ്ങളോടെ സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ടു എന്നുള്ളതാണ്. എന്തുകൊണ്ടായിരിക്കും പരിശുദ്ധ അമ്മയ്ക്ക് പ്രത്യേകമായ ഈ ഭാഗ്യം സിദ്ധിച്ചത്? പല കാരണങ്ങൾ ചൂണ്ടിക്കാണിക്കാനാകും. ആദ്യത്തേത്, പരിശുദ്ധ അമ്മ അമലോത്ഭവയായിരുന്നു എന്നുള്ളതാണ്. അതായത് ജന്മപാപമില്ലാതെയാണ് അമ്മ ഈ ലോകത്തിൽ ജനിച്ചത്. അങ്ങനെ പരിശുദ്ധ അമ്മയെ ജന്മപാപത്തിൽ നിന്ന് മോചിതയാക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം പരമപരിശുദ്ധനായ കർത്താവായ ഈശോ അമ്മയിൽ നിന്ന് ജനിക്കേണ്ടിയിരുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തെ കാരണം, പരിശുദ്ധ അമ്മ കർമ്മപാപമില്ലാതെ ജീവിച്ചു മരിച്ചു എന്നുള്ളതാണ്. മൂന്നാമത്തെ കാരണമായി ചൂണ്ടിക്കാണിക്കാവുന്നത്, പരിശുദ്ധ കന്യകാമറിയം വിശ്വാസികളുടെ അമ്മയാണ്, സഭയുടെ മാതാവാണ് എന്നുള്ളതത്രേ. മറ്റൊരു കാരണം, പരിശുദ്ധ കന്യകാമറിയം ക്രൈസ്തവ ജീവിതത്തിൻ്റെ മാതൃകയും രക്ഷാകര ചരിത്രത്തിൽ അതുല്യമായ സ്ഥാനമുള്ള വ്യക്തിയുമാകുന്നു എന്നുള്ളതാണ്. പരിശുദ്ധ കന്യകാമറിയം ക്രൈസ്തവ വിശ്വാസികളുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലെയും നിറസാന്നിധ്യമാണ്. പരിശുദ്ധ അമ്മയോട് വലിയ ആദരവും അടുപ്പവും പുലർത്തുന്നവരാണ് കേരളത്തിലെ ക്രൈസ്തവർ. അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മയുടെ പേര് പല സ്ത്രീകളും സ്വീകരിച്ചിട്ടുള്ളത്. നമ്മുടെ പല അമ്മമാരുടെയും പേര് മേരി എന്നാണ്, ഭാര്യമാരുടെ പേര് മേരി എന്നാണ്, സഹോദരിമാരുടെ പേര് മേരി എന്നാണ്. അതുപോലെ തന്നെ കേരളത്തിലെ പള്ളികൾ അധികവും സ്ഥാപിതമായിരിക്കുന്നത് പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ നാമത്തിലാണ്. എത്രയോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് പരിശുദ്ധ അമ്മയുടെ പേര് സ്വീകരിച്ചിട്ടുള്ളത്. എന്തിനധികം പറയുന്നു, നമ്മുടെ നിരത്തിലോടുന്ന എത്രയോ വാഹനങ്ങൾ പരിശുദ്ധ അമ്മയുടെ പേര് വഹിക്കുന്നതാണ്. എന്തുകൊണ്ടാണ് പരിശുദ്ധ കന്യകാമറിയത്തിന് ദൈവത്തിൻ്റെ മുൻപിലും മനുഷ്യരുടെ ഇടയിലും ഇത്ര വലിയ മഹിമയും ആദരവും ലഭിക്കുന്നത്? അതിനുള്ള പ്രധാനപ്പെട്ട കാരണം, പരിശുദ്ധ കന്യകാമറിയം തൻ്റെ ജീവിതത്തെ ദൈവഹിതത്തിന് സമർപ്പിച്ചു എന്നുള്ളതാണ്. ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പ്രാർത്ഥിക്കുക മാത്രമല്ല, അത് ജീവിതത്തിൻ്റെ പാഠമാക്കി തീർക്കുക കൂടി ചെയ്തു. എല്ലാ കാര്യങ്ങളിലും അമ്മ ദൈവഹിതത്തിന് വഴങ്ങിയാണ് ജീവിച്ചത്. ദൈവഹിതം ദൈവവചനമാണ്. ഈ വചനത്തെ പരിശുദ്ധ അമ്മ ഹൃദയത്തിലും ഉദരത്തിലും സ്വീകരിച്ചു. അതാണ് മനുഷ്യാവതാര രഹസ്യം. പരിശുദ്ധ കുർബാനയിൽ വൈദികന് കൂദാശ വചനം ഉച്ചരിക്കുന്നത് ഇങ്ങനെയാണ്: ഇത് എൻ്റെ ശരീരമാണ്, നിങ്ങൾ വാങ്ങി ഭക്ഷിക്കുവിൻ. ഇത് എൻ്റെ രക്തമാണ്, നിങ്ങൾ വാങ്ങി കുടിക്കുവിൻ. ദൈവഹിതത്തിന് പൂർണ്ണമായി സമർപ്പിക്കുക വഴി ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ് അതേ നിമിഷം തന്നെ പരിശുദ്ധ കന്യകാമറിയത്തിന് പറയാമായിരുന്നു, ഇതെൻ്റെ ശരീരമാണ്, ഇത് എൻ്റെ രക്തമാണ്. യഥാർത്ഥത്തിൽ
മാതാവിൻ്റെ ശരീരവും രക്തവും മനുഷ്യനായി രൂപം പ്രാപിച്ച ഈശോ സ്വീകരിക്കുകയായിരുന്നുവല്ലോ. മറിയത്തിൻ്റെ മഹത്വത്തിൻ്റെ മറ്റൊരു തലം മറിയം സ്വന്തമായി ഒന്നും ചെയ്തില്ല എന്നുള്ളതാണ്. യേശു പറയുന്നത് പോലെ ചെയ്യുക എന്നാണ് പരിശുദ്ധയമ്മ കാനായിലെ കല്യാണ വിരുന്നിൽ വീഞ്ഞ് തീർന്നുപോയ ആ സമയത്ത് പരിചാരകരോട് പറഞ്ഞത്. ദൈവത്തിൻ്റെ പ്രവർത്തനത്തിനു വേണ്ടി ഉപകരണമായി തീർന്ന വ്യക്തിയാണ് പരിശുദ്ധ കന്യകാമറിയം. പരിശുദ്ധയമ്മയുടെ ജീവിത വിജയത്തിനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാരണമായി ബൈബിളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പരിശുദ്ധയമ്മ കുരിശിൻ്റെ വഴിയിൽ സഞ്ചരിച്ചു എന്നുള്ളതാണ്. കാൽവരിയുടെ ഉച്ചിയിലെത്തിയ യേശു മരക്കുരിശിൽ തറയ്ക്കപ്പെട്ടപ്പോൾ മൂകസാക്ഷിയായി പ്രാർത്ഥനാപൂർവം മറ്റുള്ളവർക്കൊപ്പം നിശബ്ദയായി നിന്നത് പരിശുദ്ധയമ്മയാണ്. യേശുവിനെ കല്ലറയിൽ സംസ്കരിച്ച് എല്ലാവരും സങ്കടത്തോടെ ഇനി എന്ത് എന്ന് ചിന്തിച്ച് മാറിക്കഴിഞ്ഞിരുന്ന അവസരത്തിൽ അവരെ ഒരുമിച്ച് ചേർത്ത് പ്രാർത്ഥനാ സമൂഹമാക്കുന്നതിൽ പരിശുദ്ധയമ്മ വഹിച്ച പങ്ക് പാരമ്പര്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. വിശ്വാസികളെ ഒരുമിച്ച് ചേർത്തതും അവർക്ക് മധ്യസ്ഥയായി തീർന്നതും പരിശുദ്ധയമ്മയാണ്. ഇങ്ങനെ ചിന്തിക്കുമ്പോൾ പരിശുദ്ധയമ്മയുടെ ജീവിതം ക്രൈസ്തവർക്ക് വലിയ മാതൃകയും പ്രചോദനവുമാണ്. അതുകൊണ്ടാണ് വിശ്വാസികളെല്ലാവരും സ്വർഗാരോപണ തിരുനാളിൽ അമ്മയോട് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നത്. അമ്മയെ പോലെ ഈശോയെ അനുഗമിക്കുവാൻ, വിശ്വാസത്തിന് സാക്ഷികളായി തീരുവാൻ സഹായിക്കണമേ എന്ന്.